സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിഗ്രി ലെവൽ പി വൈ ക്യൂസ് ആണ്. അതായത് ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് PSCയുടെ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2023 സ്റ്റേജ് 2 ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് 13/5/2023 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ഇഫ് ക്ലോസ് പൊതുവെ 3 തരമാണുള്ളത്. ഏതൊക്കെയാണ്? ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ്, ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്, ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. ശരിയായ ഓർഡറിൽ പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണ് ആദ്യം വരേണ്ടത്. അല്ലെ? ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്, ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ്, ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കാരണം ഹാഡ് പ്ലസ് V3. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മെയിൻ ക്ലോസിൻ്റെ വെർബ് ഫോം എങ്ങനെയായിരിക്കണം വരേണ്ടത്? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ വുഡ് ഹാവ് ഉണ്ട്. വുഡ് ഹാവ് പ്ലസ് V3. ലെറ്റിൻ്റെ V3 ലെറ്റ് തന്നെയാണ്. വുഡ് ഹാവ് ലെറ്റ് യു നോ. ഇതാണ് കറക്റ്റ് ആൻസർ. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ സെലക്ട് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടെ ഏതാണ് ശരിയായ പ്രിപ്പോസിഷൻ കൊടുക്കേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ആർ യു ഗോയിങ് എവേ ഡാഷ് ഓണം. ഓണത്തിൽ നീ ഇവിടുന്ന് പോവുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടൈമാണ്, ഒരു സമയം. അപ്പം സമയത്തെ സൂചിപ്പിക്കുവാൻ അല്ലേ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? അറ്റായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അറ്റ്. അപ്പം അറ്റാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആർ യു ഗോയിങ് എവേ അറ്റ് ഓണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് നോക്കുക, ചൂസ് ദ കറക്റ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഹി വാസ് വെരി പൊളൈറ്റ് വെനെവർ ഹിസ് വൈഫ് എൻറ്റേർഡ് ദ റൂം ഹി ഡാഷ് അപ്പ്. ഇവിടെ പാസ്റ്റ് ടെൻസിലെ കാര്യമാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹി വാസ് വെരി പൊളൈറ്റ്. അദ്ദേഹം വളരെ പൊളൈറ്റ് ആയിരുന്നു. വെനെവർ ഹിസ് വൈഫ് എൻറ്റേർഡ് ദ റൂം, എപ്പോഴൊക്കെയാണോ തൻ്റെ വൈഫ് റൂമിലേക്ക് വരുന്നത് അപ്പോഴൊക്കെ ഹി ഡാഷ് അപ്പ്, അവൻ എന്ത് ചെയ്യുമായിരുന്നു? എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്നാണ്. അപ്പം ഇതിവിടെ നോക്കുമ്പോൾ ഇതെന്താണ്? പാസ്റ്റ് ടെൻസിലെ ഒരു ഹാബിച്വൽ ആക്ഷനാണ് പറയുന്നത്. ഈ പറയുന്ന വ്യക്തിയുടെ കഴിഞ്ഞ കാലത്തിലെ ഒരു ഹാബിച്വൽ ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്തിലെ ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? യൂസ്ഡ് ടു വെച്ചും പറയാം, വുഡ് വെച്ചും പറയാം. യൂസ്ഡ് ടു നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പ്രത്യേകിച്ചൊരു കാലഘട്ടം എടുത്ത് പറയുമ്പോൾ. ഇവിടെ അങ്ങനെ പാസ്റ്റ് ടെൻസിൻ്റെ ഉള്ളൂ. പാസ്റ്റ് ടെൻസിലെ പ്രത്യേക ഒരു കാലഘട്ടം എടുത്ത് പറയുന്നില്ല. അവിടെ നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? വുഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വുഡ് സ്റ്റാൻഡ് അപ്പ്, ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷേ PSC ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റുഡാണ്. എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും ഇതൊരു അവൻ പതിവായി ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അവൻ്റെ വൈഫ് അവൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരർത്ഥം വരണമെങ്കിൽ വുഡ് സ്റ്റാൻഡ് ആണ് വരേണ്ടത്. എന്നാൽ PSC കൊടുത്തിരിക്കുന്നത് സ്റ്റുഡാണ്. ഇനിയും ഇതേ ക്വസ്റ്റ്യൻ തന്നെ PSC ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും PSCയുടെ ആൻസർ കീ അനുസരിച്ച് ഇതായിരിക്കണം ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ശരിയായ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ PSC അല്ലാതെ വേറെ ഏതെങ്കിലും, നിങ്ങൾ പല പരീക്ഷകൾ എഴുതാറുണ്ടല്ലോ. ദേവസ്വം ബോർഡിൻ്റെ എഴുതാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ SSC പരീക്ഷ എഴുതാനുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള പരീക്ഷകളിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യും. ഏതാ? ഈ പറയുന്ന വുഡ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ വുഡ് അല്ലെങ്കിൽ യൂസ്ഡ് ടു വെച്ചായിരിക്കും നമ്മളിത് എഴുതേണ്ടത്. യൂസ്ഡ് ടു എഴുതേണ്ടത് നമുക്കറിയാം ഒരു പ്രത്യേക കാലഘട്ടം എടുത്ത് പറയുമ്പോൾ യൂസ്ഡ് ടു ഉപയോഗിക്കണം. വുഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് കാലഘട്ടം ഒന്നും എടുത്ത് പറയുന്നില്ല, എന്നാൽ കഴിഞ്ഞ കാലത്തിലെ ശീലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? വുഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, വുഡാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ നോർ വെച്ചാണ് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്കറിയാം നെയ്തർ നോർ അല്ലെങ്കിൽ എയ്തർ ഓർ വെച്ച് പറയുമ്പോൾ ഈ നോറിന് അല്ലെങ്കിൽ ഓറിന് ശേഷം വരുന്ന നൗണിനെ ആശ്രയിച്ചായിരിക്കണം, അല്ലെങ്കിൽ പ്രൊനൗണിനെ ആശ്രയിച്ചായിരിക്കണം നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഐ ആണ്. അപ്പോൾ ഐക്ക് ശേഷം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ തന്നിരിക്കുന്ന ഐ നമുക്കറിയാമല്ലോ. ഐയുടെ കൂടെ നമുക്ക് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആം ഉപയോഗിക്കാം. ഇതെല്ലാം ബി ഫോംസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ബി ഫോംസിൽ വെച്ച് പറയുവാണെങ്കിൽ ഐക്ക് ശേഷം നമ്മൾ പ്രസന്റ് ടെൻസിൽ ആമും പാസ്റ്റ് ടെൻസിൽ നമ്മൾ വാസുമാണ് ഉപയോഗിക്കേണ്ടത്.
ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ വാസ് തന്നിട്ടില്ല, പകരം ആം തന്നിട്ടുണ്ട്. അപ്പോൾ ആം ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ വാസ് ഉണ്ടെങ്കിൽ പോലും നമ്മളിവിടെ ആമേ എഴുതാവൂ. കാരണം എന്താ, ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് വരുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ചൊരു ടൈമിംഗ് വേർഡ്, ഒരു ടെൻസിൻ്റെയും ടൈമിംഗ് വേർഡ് എടുത്ത് പറയുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അതിനെ പ്രസന്റ് ടെൻസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഓപ്ഷനിലെ പ്രസന്റ് ടെൻസിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള വെർബ് ഫോം ആയിരിക്കണം എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആമാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. I caught him dash over my wall. I asked him dash, but he refused dash anything, so I had dash him go. ഇവിടെ ഏതായിരിക്കും ശരിയായ കോമ്പിനേഷൻ എന്നാണ് ചോദ്യം. നമുക്ക് ഫസ്റ്റ് എടുക്കാം. ഫസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ അസ് ക്ലൈംബിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐ കാട്ട് ഹിം പിന്നെ അസ് വരികയാണെങ്കിൽ പിന്നെ ഒരു ക്ലോസ് രൂപത്തിലായിരിക്കണം വരേണ്ടത്. അസ് ഹി വാസ് ക്ലൈംബിംഗ് എന്ന് വരണമായിരുന്നു. അപ്പോൾ നമുക്ക് അസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് തെറ്റാണ്. ഇനി നമുക്ക് ക്ലൈംബിംഗ് വെച്ച് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഐ കോട്ട് ഹിം, അവനെ ഞാൻ പിടിച്ചു. അപ്പോൾ ആ സമയത്ത് അവൻ എന്ത് ചെയ്യുമായിരുന്നു, എൻ്റെ വാളിൻ്റെ മുകളിലൂടെ ക്ലൈംബ് ചെയ്യുകയായിരുന്നു. അങ്ങനെ എൻ്റെ വാളിൻ്റെ മുകളിലൂടെ ക്ലൈംബ് ചെയ്തുകൊണ്ടിരുന്ന അവനെ ഞാൻ പിടിച്ചു എന്നർത്ഥം നമുക്ക് ക്ലൈംബിംഗ് ഉപയോഗിക്കാം. നമുക്കിവിടെ അസ് ക്ലൈംബിംഗ് ഉണ്ട്, അതും നമുക്ക് കളയാം. കാരണം അസ് വരണമെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അസ് ഹി വാസ് എന്നുള്ള രീതിയിൽ വരണം, അല്ലെങ്കിൽ ഒരു ക്ലോസ് ആയിരിക്കണം വരേണ്ടത്. അങ്ങനെ വരാത്ത സ്ഥിതിക്ക് നമുക്കിവിടെ ഇത് രണ്ടും പറ്റത്തില്ല, അസ് വെച്ച് തുടങ്ങുന്നത് പറ്റത്തില്ല. ഇത് നമുക്കുള്ളത് ക്ലൈംബിംഗ് ആണ്. ക്ലൈംബിംഗ് വെച്ചിവിടെ പറയാം. അങ്ങനെ ഏത് ക്ലൈംബിംഗ്, ഇത് ബി ആണോ സി ആണോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്ലൈംബിംഗ് കൊടുക്കുന്നു, എന്നിട്ട് ഐ ആസ്ഡ് ഹിം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടു ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത്. അപ്പോൾ ടു വരണം. ഇവിടെ ഒക്കെ എക്സ്പ്ലെയിൻ എന്നാണ് വന്നിരിക്കുന്നത്, അത് പോരാ ടു എക്സ്പ്ലെയിൻ എന്ന് വരണം. അപ്പം തുടക്കത്തിൽ നമുക്ക് ബി എ കളയാം. ഈ സി കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ക്ലൈംബിംഗ്, ദെൻ ടു എക്സ്പ്ലെയിൻ, ബട്ട് ഹി റെഫ്യൂസ്ഡ് ഇത് വരുമ്പോഴും ടു ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത്. ടു സേ, then I had to let him go. അപ്പോൾ ഇവിടെ ടു ലെറ്റ്. അപ്പോൾ അങ്ങനെ പോയി സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. ഇതിൻ്റെ ശരിയായ പാസീവ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വെൻ വിൽ ദേ അനൗൺസ് ദ ഇലക്ഷൻ റിസൾട്ട്സ് എന്നുള്ളതിൻ്റെ പാസീവ് ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയായിരിക്കും പാസീവ് ഫോമിലേക്ക് മാറ്റേണ്ടത്. നമുക്കറിയാം എന്താണ്, ഒബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ്, ഒബ്ജക്റ്റ് ദ ഇലക്ഷൻ റിസൾട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എവിടെ കൊണ്ടുവരണം, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരികയും അതുപോലെ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരികയും വരണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പാസീവ് ഫോമിലേക്കാണ് മാറ്റേണ്ടത്. സോ നമുക്ക് ആദ്യമേ ഈ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവരണം. അപ്പം ദേ അങ്ങ് മാറ്റിയിട്ട് അവിടെ നമ്മൾ ദ ഇലക്ഷൻ റിസൾട്ട്സ് എന്ന് കൊടുക്കുന്നു. അപ്പം വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വെർബാണല്ലോ എഴുതേണ്ടത്. വെർബ് എഴുതുന്ന സമയത്ത് പാസീവ് വോയിസിൻ്റെ വെർബ് ഫോം എപ്പോഴും എന്തായിരിക്കും, ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കും. ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ അനൗൺസിനെ നമുക്ക് എന്ത് ചെയ്യണം, V3 ആക്കി അനൗൺസ്ഡ് എന്നാക്കണം. ഒപ്പം തന്നെ അതിൻ്റെ മുന്നിൽ ബിയുടെ രൂപം എഴുതണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മോഡൽ ആക്സറി ഇവിടെ വിൽ മോഡൽ ആക്സറി ആണ്. അങ്ങനെ മോഡൽ ആക്സറി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബിയുടെ യഥാർത്ഥ രൂപം തന്നെ എഴുതാം. അതായത് ബി തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ വരും, വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി എന്നിട്ട് V3, എൻ്റെ അനൗൺസ്ഡ് V3. അപ്പോൾ എന്താവും, അനൗൺസ്ഡ്. അപ്പോൾ വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി അനൗൺസ്ഡ് എന്ന് വരണം. എന്നിട്ട് ബൈ ദം നമുക്ക് എഴുതാം. അപ്പോൾ ദേ ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും മതി. എന്താണ്, വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി അനൗൺസ്ഡ്. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ, ഇവിടെ നമുക്ക് വുഡ് രണ്ടിടത്തും വന്നിട്ടുണ്ട്. വുഡ് വില്ലിൽ ഒരിക്കലും, റിപ്പോർട്ടർ സ്പീച്ചിലാണ് വില്ലിനെ വുഡാക്കി മാറ്റേണ്ടത്. പാസീവ് വോയിസിൽ ഒരിക്കലും അങ്ങനെ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൻ വിൽ പിന്നെ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി അനൗൺസ്ഡ്. അങ്ങനെ ആകുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെന്റൻസ്. അപ്പോൾ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് ആണ് എഴുതേണ്ടത്. ഇവിടെ ചോദ്യം ഇതാണ്, അനദർ പാസഞ്ചർ കെയിം ഇൻ ആൻഡ് സെഡ് ഈസ് ദിസ് സീറ്റ് ടേക്കൺ. നമ്മൾ നോക്കിയപ്പോൾ ഈ പറയുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇതിനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിൻ്റെ പ്രത്യേകത എന്താ, ഇതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ വേർഡ് ബിഗിനിങ്, ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്നതും സഹായക്രിയയിൽ തുടങ്ങുന്നതും. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാണോ ആ ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് എടുത്തെഴുതാം.
എന്നാൽ സഹായക്രിയയിൽ തുടങ്ങുന്നതാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ സഹായക്രിയയാണല്ലോ, അങ്ങനെ സഹായക്രിയയിൽ തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇഫ് എന്നോ വെദർ എന്നോ കൊടുക്കണം. അങ്ങനെ ഇഫ് എന്നോ വെദർ എന്നോ എഴുതിയതിന് ശേഷം വേണം നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇഫ് എന്നോ വെദർ എന്നോ കൊടുക്കാം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കെല്ലാം ഇഫാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റണം. അതായത് ഈസ് ദിസ് സീറ്റ് ടേക്കൺ എന്നുള്ളതിനെ നമ്മൾ എന്താക്കണം? സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ആണല്ലോ ആദ്യം വരേണ്ടത്. ഇവിടുത്തെ സബ്ജക്റ്റ് ദിസ് സീറ്റ് ആണ്. അപ്പോൾ ദിസ് സീറ്റ് ഈസ് ടേക്കൺ എന്ന് വരണം. അങ്ങനെ ദിസ് സീറ്റ് ഈസ് ടേക്കൺ എന്ന രീതിയിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദിസ് എന്താവണം? ദാറ്റ് ആവണം. ദിസ് എന്നുള്ളത് ദാറ്റ് ആവും. അപ്പോൾ ദാറ്റ് സീറ്റ് ഈസ് എന്താവും? വാസ് ആവും. കാരണം എന്താ? ഇവിടെ കെയിം ഇൻ ആൻഡ് സെഡ് എന്നാ പറയാം. പാസ്റ്റ് ടെൻസാണ്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ടെൻസ് മാറ്റണം. ഇവിടെ പ്രസൻറ്റ് പാസ്റ്റ് ആവും. അപ്പം ദിസ് സീറ്റ് വാസ് ടേക്കൺ ഉണ്ടാവും. ദിസ് അല്ല ദാറ്റ്. ദിസിനെ ദാറ്റ് ആക്കണമല്ലോ. അപ്പം ദാറ്റ് സീറ്റ് വാസ് ടേക്കൺ എന്ന് വരണം. അങ്ങനെ ദാറ്റ് സീറ്റ് വാസ് ടേക്കൺ എന്ന രീതിയിൽ, അതായത് ഇഫ് നമ്മൾ എഴുതണമല്ലോ, ഇഫ് ദാറ്റ് സീറ്റ് വാസ് ടേക്കൺ എന്ന വന്നിരിക്കുന്നത് ഏത് ഓപ്ഷനാണെന്ന് നോക്കുക. ഇവിടെ നോക്കാം, ഇഫ് ദ സീറ്റ് വാസ് ടേക്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇഫ് ദ സീറ്റ് വാസ് ടേക്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇഫ് ദ സീറ്റ് വാസ് ടേക്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നോക്കുക, ഇഫ് ദാറ്റ് സീറ്റ് വാസ് ടേക്കൺ. ഇതാണ് ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അനദർ പാസഞ്ചർ കെയിം ഇൻ ആൻഡ് എൻക്വയർഡ് ഇഫ് ദാറ്റ് സീറ്റ് വാസ് ടേക്കൺ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. പക്ഷേ PSC ഇതിന് ആൻസർ കൊടുത്തിട്ടില്ല. ഇതിന് ആൻസർ നിൽ എന്ന രീതിയിലാണ്, ആൻസർ ഇല്ല എന്ന രീതിയിലാണ് PSCയുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ട്. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ഇതേ ചോദ്യം പല തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഐ സോ എ ഡാഷ് വൺ ഐഡ് മാൻ എന്നും പറഞ്ഞിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം പറയുമ്പോൾ നമുക്ക് ആർട്ടിക്കിൾസ് 2 തരമാണുള്ളത്. ഏതൊക്കെയാണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഏതെഴുതാം? നമ്മൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വൺ ഐഡ് മാൻ എന്നാണ് പറയുന്നത്. ഈ ഒരു വൺ ഐഡ് മാനെ ഞാൻ ആ ഫിലിമിൽ കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വൺ ഐഡ് മാൻ എന്ന് പറയുമ്പോൾ ഇയാളെ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത് സിംഗുലർ നൗണുമാണ്. അപ്പോൾ സിംഗുലർ നൗണിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഉപയോഗിക്കേണ്ടത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിരിക്കണം. അതായത് എയും ആനും ആയിരിക്കണം. ഇവിടെ എ എഴുതുമോ ആൻ എഴുതുമോ അതിനെ ആശ്രയിച്ച ഈ പറയുന്നതിൻ്റെ തുടക്കത്തിലെ ഉച്ചാരണത്തെ ബേസ് ചെയ്ത വൺ എന്ന് പറയുമ്പോൾ വാ എന്ന് പറയുന്ന ശബ്ദമാണ് വരുന്നത്. വാ എന്ന് പറയുമ്പോൾ അതെന്താണ്? കോൺസണന്റ് സൗണ്ടാണ്. അപ്പോൾ നമ്മൾ എ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പകരം ഇതൊരു വവൽ സൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആൻ ഉപയോഗിക്കാമായിരുന്നു. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ആണ്. എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ബിഫോർ ദേ വെയർ കോട്ട് ദേ വർ യൂസ്ഡ് ടു ലീവ് ഇൻ ദ ജംഗിൾ. അപ്പോൾ ഇവിടുത്തെ തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സെന്റൻസ് ദാറ്റ് നീഡ്സ് ടു ബി കറക്റ്റഡ്. ഇവിടെ ഏതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? വെയർ യൂസ്ഡ് ടു എന്നല്ല, യൂസ്ഡ് ടു എന്നാണ് വരേണ്ടത്. ദേ യൂസ്ഡ് ടു ലീവ് ഇൻ ദ ജംഗിൾ. അവർ ജംഗിളിൽ താമസിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെയർ ഇവിടെ അധികമായി വന്നു, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തെറ്റായ ഭാഗം ഈ പറഞ്ഞ ദേ വെയർ യൂസ്ഡ് ടു ലീവ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് തെറ്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. കം ടു മൈ ഹൗസ്. ഇതിന് PSC ശരിയായിട്ടൊരു ആൻസർ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു ഏത് സെൻസിലാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ അതിൻ്റെ സെൻസ് മനസ്സിലാക്കിയായിരിക്കണം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറ്റത്തുള്ളൂ. സീരിയസ് സെൻസ് ആണെങ്കിൽ നമുക്ക് വിൽ യു എന്ന് എഴുതാം, അല്ലെങ്കിൽ വോണ്ട് യു എന്ന് എഴുതാം. ഇത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ കാണ്ട് യു എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതിന് ആൻസർ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ സെൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ ശരിയാണ്. ഇവിടെ ആൻസർ പ്രത്യേകിച്ച് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നില്ലാണ്. ആൻസർ ഇല്ല എന്ന രീതിയിലാണ് PSC കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. ഇത് ഫ്രേസൽ വെർബ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക. രാജു ഡാഷ് ഹിസ് വൈഫ് ടു ടെൽ ഹർ ദാറ്റ് ഹീ കുഡ് ബി ഹോം ലേറ്റ്. അതായത് അവൻ താമസിച്ച് വരികയുള്ളെന്ന് അവൻ്റെ വൈഫിനെ ഫോണിൽ അറിയിച്ചു എന്നാണ്. ഫോണിലൂടെ അറിയിച്ചു. ഒരാളെ ഫോണിലൂടെ വിളിക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കും? ഏത് ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്? കാൾ അപ്പാണ്. അപ്പോൾ കാൾഡ് അപ്പാണ് കറക്റ്റ് ആൻസർ. ഈ കാൾഡ് ഓൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിസിറ്റ് എ പേഴ്സൺ. കോൾ അറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പ്ലേസ്.
ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഡസ് ഇന്റർ ആലിയ മീൻ? ഇന്റർ ആലിയ എന്ന് പറയുന്നതിൻ്റെ ആ ഇഡിയത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? എമംഗ് അതർ തിങ്സ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി കണ്ടംനേറ്ററി അട്ടറൻസ് ഈസ് അല്ലേ? എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ് എന്ന് വെച്ചാൽ വളരെ അപമാനമുണ്ടാക്കുന്ന, വളരെ മാനക്കേടുണ്ടാക്കുന്ന പറച്ചിൽ അല്ലെങ്കിൽ അട്ടറൻസ്. അതിന് അവൻ്റെ വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായിരിക്കും ഒബ്ലോക്കിയാണ്. കാരണം ഒബ്ലോക്കി. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഒബ്ലിക്വിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമ്മോറൽ എന്നർത്ഥമില്ല അല്ലേ? മോറൽ അല്ലാത്ത നമ്മൾ ഒബ്ലിക്വിറ്റി എന്ന് പറയുന്നത്. ആൻറ്റിക്വിറ്റി നമുക്കറിയാമല്ലോ, പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ പഴയത് എന്നൊക്കെ അർത്ഥത്തിലാണ് ആൻറ്റിക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ലോങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദീർഘചതുരം, റെക്റ്റാങ്കിൾ എന്നാണ് ഒബ്ലോങ്, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പ് എന്നാണ് ഒബ്ലോങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ട്രോങ്ലി കണ്ടംനേറ്ററി ട്രെൻസ് ഈസ് എന്താണ്? ഒബ്ലോക്കി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഓൺ ദ വാൾ ദർ വാസ് എ ലാർജ് ഡാഷ് ഫോട്ടോഗ്രാഫ് ഓഫ് ദിയർ ചിൽഡ്രൻ. ഇവിടെ ഫോട്ടോ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കളർന്നിരുന്നു, കളർ ഫോട്ടോ. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഫോട്ടോ എന്നുള്ളത് എന്തിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നത് ഫോട്ടോഗ്രാഫ്. ആക്ച്വലി ഫോട്ടോഗ്രാഫ് എന്നാണ് പറയേണ്ടത്. ഫോട്ടോ മീൻസ് ദ ലൈറ്റ് എന്ന അർത്ഥം, വെളിച്ചം, ലൈറ്റ് എന്നൊക്കെയാണ് ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫോട്ടോയെ നമ്മൾ ഫോട്ടോഗ്രാഫ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ കളർ ഫോട്ടോഗ്രാഫ് എന്ന് നമുക്ക് പറയാം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ തന്നിരിക്കുന്ന ശരിയായ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്ന വാക്ക് ഏത്? ഓൺട്രപ്രനർ എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് PSC എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ അതുപോലെ തന്നെ അക്കമ്പനീഡ് അല്ലെങ്കിൽ ഈ പറയുന്ന അക്കംപ്ലിഷ്മെൻറ്റ് അല്ലേ, അക്കോമഡേഷൻ, ഇതിനൊക്കെ വെച്ച് ഇഷ്ടംപോലെ തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഈ ഓൺട്രപ്രനറും അതിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഇതിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഏതായിരിക്കും? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ENTREPRENEUR, ഓൺട്രപ്രനർ. ഓക്കെ, ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. മൈ ഫാമിലി ഡാഷ് ഡിസൈഡ് ടു മൂവ് ടു സിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫാമിലി എന്നുള്ളത് നമുക്ക് പ്ലൂറലായിട്ട് ഉപയോഗിക്കാം, സിംഗുലറായിട്ട് ഉപയോഗിക്കാം. ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സിംഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും? ഫാമിലി എന്ന് പറയുന്നത് യൂണിറ്റ് ആയിട്ട് കാണുക അല്ലേ? ഫാമിലി എന്ന് പറയുന്നത് യൂണിറ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് സിംഗുലറായിട്ട് ഉപയോഗിക്കാം. എന്നാൽ അവരുടെ മെമ്പേഴ്സായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം എന്നുള്ളത് ബാക്കി ഇവിടെ ഈ ഭാഗമാണ് നമുക്ക് പറഞ്ഞിരുന്നത്. നമുക്ക് മൈ ഫാമിലി ഡാഷ് ഡിസൈഡ് ടു മൂവ് ടു സിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നെടുത്തൊരു തീരുമാനം, അതിനകത്ത് യൂണിറ്റി ഉണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇത് യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അവിടെ സിംഗിൾ ആയിട്ടായിരിക്കും മൈ ഫാമിലി എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഹാസ് ആയിരിക്കും. എന്നാൽ അതിനൊരു മെമ്പേഴ്സായിട്ട് ഇവിടെ ഒരുമിച്ചല്ല തീരുമാനമെടുത്ത് അവിടെ ആ തീരുമാനത്തിൽ ഭിന്നതയുണ്ടായി എന്നൊക്കെ രീതി പറയുമ്പോൾ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. എന്തായാലും PSC ഇവിടെ പ്രത്യേകിച്ചൊരു ആൻസർ തന്നിട്ടില്ല. ഇവിടെയും ആൻസർ ഇല്ല എന്ന രീതിയിലാണ് PSC കൊടുത്തിരിക്കുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇവിടെ ശരിയായി വരേണ്ടത് ഹാസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സെലക്ട് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് GNB. GNBയുടെ ശരിയായ ഫുൾ ഫോം എന്താണ്? ഏതായിരിക്കും? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് നോക്കുക, ഒരു ഇഡിയമാണ്. നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോൾസ് ഇൻ ദ മൗത്ത് മീൻസ് എന്തായിരിക്കും? ഡു നോട്ട് ക്രിട്ടിസൈസ് ഓർ ഫീൽ ഡൗട്ട് അബൌട്ട് സംതിങ് ഗുഡ് ദാറ്റ് ഹാസ് ബീൻ ഓഫേർഡ് ടു യു. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം തരുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കാനോ അതിനെക്കുറിച്ച് സംശയിക്കാനോ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 89ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മീനിങ് ഓഫ് ഡിസൈഡ്ഫുൾ? ഡിസൈഡ്ഫുൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വഞ്ചനാപരമായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ മീനിങ് അല്ലാത്തത് ഇത് ഏതായിരിക്കും? കോപ്പിയസ് എന്നുള്ളതാണ്. കോപ്പിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അബണ്ടൻറ്റ്, ധാരാളം എന്നാണ് അർത്ഥം. മറ്റുള്ള ക്രാഫ്റ്റിയും ഡിസൈനിങ്ങും അതുപോലെ ഷിഫ്റ്റിയൊക്കെ നമുക്ക് ഇതിൻ്റെ മീനിങ് ആയിട്ട് എടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ട് ദ വേർഡ്
ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലിനേഷൻ നമുക്കറിയാം ചായ്വ്, അതായത് ലൈക്കിംഗ് എന്നൊക്കെ അർത്ഥം പറയാം ഇൻക്ലിനേഷന്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയുമ്പോൾ എന്തായിരിക്കും? ഹേട്രഡ്, വെറുപ്പ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഡീസൻറ്റ് നമുക്കറിയാലോ മാന്യമായ, ലൈക്കിംഗ് ഇഷ്ടം, ഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, സ്വഭാവം, അതിനെ നമ്മൾ ഡിസ്പോസിഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ പരീക്ഷയിൽ ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.